ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10th ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര മാർക്കാണ് ഓരോ ടോപ്പിക്കിനും ഉള്ളത് എന്നൊക്കെ നോക്കാം. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, അതും ഇനി റാങ്ക് ഫയൽ മൊത്തം പഠിക്കണോ എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്കായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ഇത് യൂസ്ഫുൾ ആവുണ്ടാവുക. ബിഗിനേഴ്സിന് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇതിൽ എഴുതിയിരിക്കുന്ന ടോപ്പിക്സ് മുഴുവൻ ഒരു 2 പ്രാവശ്യമൊക്കെ വായിച്ച് നോക്കുക. ഒന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ 10 മാർക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതുപോലെ തന്നെ അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്തൊക്കെയാണ് വരിക? പരുത്തിത്തുണി വ്യവസായം, അതുപോലെ തന്നെ ചണം വ്യവസായം, പട്ടുനൂൽ വ്യവസായം, പഞ്ചസാര വ്യവസായം. അത് ഒരു റാങ്ക് ഫയലിൽ ഒരു പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ പഠിക്കുക. 10 മാർക്കാണ് അതിനുള്ളത്. നെക്സ്റ്റ് ആണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ. അതിനും 10 മാർക്കാണുള്ളത്. നെക്സ്റ്റ് ആണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, 2 കമ്മീഷൻസും നന്നായിട്ട് നോക്കുക. 10 മാർക്കാണ് കേട്ടോ ഇതിനുള്ളത്. നെക്സ്റ്റ് ആണ് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം. അതായത് കേരളം മൊത്തത്തിൽ അങ്ങോട്ട് പഠിക്കണം. 10 മാർക്കാണുള്ളത്. നെക്സ്റ്റ് ആണ് ഇന്ത്യൻ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. ഇതിൽ കുറച്ച് നവോത്ഥാന നായകന്മാരുടെ പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യം നല്ല രീതിക്ക് വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം മറ്റുള്ളവരുടെ കൂടെ പഠിക്കണം കേട്ടോ. ഇന്ത്യൻ നദികളെ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ കേരള നദികൾ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലക്കുടി പുഴ, അങ്ങനെ എല്ലാ നദികളും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നീളം, ഏത് ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെക്കുക. പിന്നെ കായലാണെങ്കിലും ഏതൊക്കെ ജില്ലയിൽ കൂടെ ഒഴുകുന്നുണ്ട്, ഏറ്റവും വലിയ കായൽ ഏതാണ്, ശുദ്ധജല തടാകം ഏതാണ്, ഏറ്റവും കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ളത്, തെക്കേ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ GK പാർട്ടിൽ വരുന്നത്. പിന്നീടുള്ളത് സയൻസ് ആണ്. ബയോളജിക്ക് 10 മാർക്കാണ് കേട്ടോ ഉള്ളത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതായത് കണ്ണ്, നേത്ര രോഗങ്ങൾ, അതുപോലെ തന്നെ ചെവി, നാവ്, മൂക്ക്, ത്വക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും, അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും വരുന്നുണ്ട്. എല്ലാത്തിനും കൂടെ 10 മാർക്കാണ് ഉള്ളത്. നെക്സ്റ്റ് ആണ് ഫിസിക്സും കെമിസ്ട്രി ആണ്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും, ഇതൊക്കെ SCERT ബുക്കിലും അതുപോലെ തന്നെ റാങ്ക് ഫയലിലും നോക്കി രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുക. മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, നന്നായിട്ട് പഠിക്കുക. രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, അതുപോലെ തന്നെ സൗരയൂഥവും സവിശേഷതകളും. ഇതിന് മൊത്തത്തിൽ 10 മാർക്ക്. അങ്ങനെ മൊത്തം, അതായത് സയൻസ് എന്നുള്ള ഭാഗത്തിന് മൊത്തത്തിൽ 20 മാർക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ മാത്സ് ആണുള്ളത്, ലഘുഗണിതം, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി ഉണ്ട്. രണ്ടിനും കൂടെ ടോട്ടൽ 20 മാർക്ക് വരുന്നുണ്ട്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, പിന്നെ ഭിന്ന സംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, അതുപോലെ തന്നെ ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. വലിയ രീതിക്കുള്ള ടഫായിട്ടുള്ള മാത്സ് ഒന്നും പ്രിലിംസിനകത്തില്ല. അപ്പം നന്നായിട്ട് പഠിക്കുക. പിന്നീടുള്ളത് മെൻ്റൽ എബിലിറ്റി ആണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ, ബോട്ട് മാസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടുപിടിക്കൽ, അതുപോലെ തന്നെ വയസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്ഥാന നിർണ്ണയം. ഇത്രയും ടോപ്പിക്സാണ് മാത്സിൽ വരുന്നത്.
റാങ്ക് ഫയൽസിലൊക്കെ ഒരുപാട് നീട്ടി വലിച്ച് കൊടുത്തിട്ടുണ്ടാവും. ആദ്യം സിലബസിലുള്ള ടോപ്പിക്ക്, അതിൻ്റെ താഴെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം മാത്രം സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.